ഒഡീസ ആയാലും കേരള ആയാലും 2000 കിലോമീറ്റർ ആയാലും പണത്തിൻ്റെ മൂല്യമൊക്കെ ഒന്ന് തന്നെയാണ്. അത് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ആരായാലും ഞാനായാലും എല്ലാവർക്കും 1 രൂപ നഷ്ടപ്പെടുമ്പോൾ അതൊരുപാട് വേദന തന്നെയായിരിക്കും. അത് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമാണല്ലോ. നിങ്ങൾ ആ പൈസ തിരിച്ചു കൊടുക്കുമോ അതോ അടിച്ചു മാറ്റുമോ? ആ വ്യക്തിയുടെ വിഷമമാണ് ഞാൻ ആലോചിച്ചത് വന്ന്. പക്ഷേ എനിക്കന്ന് നിർഭാഗ്യവശാൽ ഞാനിതെല്ലാം ചെയ്തു വന്നപ്പോഴേക്കും സമയം വൈകി, 4 മണി കഴിഞ്ഞു. ഒഡീഷയിലുള്ള യൂനസ് മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി ഷിജു കളപ്പാട്ടിൽ എന്ന് പറയുന്ന കേരളത്തിലെ ചാലക്കുടിയിലുള്ള ഈ ചേട്ടനൊരു നന്ദി അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ എന്തായാലും നമ്മുടെ യൂനസ് മുഹമ്മദ് കാണട്ടെ അല്ലേ? അതെ. അപ്പോൾ നമ്മളിപ്പോൾ ഇന്നുള്ളത് ചാലക്കുടിയിലുള്ള SBI ബാങ്കിൻ്റെ തൊട്ട് മുൻവശത്താണ്. ഇത് SBIയുടെ ടൗൺ ബ്രാഞ്ചാണ്. അപ്പോൾ ഇത് ഷിജു കളപ്പാട്ടിൽ എന്ന് പറഞ്ഞ ചേട്ടനാണ്. ഈ ചേട്ടൻ എല്ലാവർക്കും ഒരു മാതൃകയാണ്. അപ്പം 7 വർഷമായിട്ട് ചാലക്കുടി നഗരസഭയിൽ ശുചീകരണ തൊഴിലാളിയായിട്ട് തൊഴിലെടുക്കുകയാണ് ഷിജു എന്ന് പറയുന്ന ഈ ചേട്ടൻ. 23-ാം തീയതി വെള്ളിയാഴ്ചയാണ് ചേട്ടൻ്റെ ഈ ഗൂഗിൾ പേയിലേക്ക് SBIയുടെ ബാങ്കിലേക്ക് 40,000 രൂപ 2 വട്ടമായിട്ട് ക്രെഡിറ്റ് ആവുന്നത്. ആദ്യം തന്നെ സന്തോഷം തോന്നിയോ? സന്തോഷം തോന്നിയില്ല. കാരണം ചേട്ടൻ ഈ പൈസയായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇല്ല, എനിക്ക് ഈ പൈസയായിട്ടൊരു ബന്ധമില്ല. നമ്മളെ പൈസയല്ല, അത് വേറെ ആരോ ജോലി ചെയ്ത പണമാണ്. അത് നമുക്കതിൻ്റെ ഒരു അവകാശമില്ല. ഞാനിത് കണ്ടപ്പോൾ എനിക്ക് പണത്തോട് വലിയ ആക്രാന്തം അല്ല വേറെ ഇതൊന്നുമില്ല. നമ്മൾ പൈസ കണ്ടപ്പോൾ ഇത് ആരുടെയും തിരിച്ചയക്കണം എന്നുള്ളൊരു പ്രതീക്ഷ മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അത് എത്രയും പെട്ടെന്ന് അയക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഇത് ആരാണ് അതിൻ്റെ ആൾ എന്താണെന്ന് അറിയാത്ത വന്ന പൈസ. ചാലക്കുടി മുനിസിപ്പാലിറ്റി ശുചീകരണ തൊഴിലാളിയാണ്. അപ്പോൾ നമ്മൾ ജോലി സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ 7 തൊട്ട് 1 മണി വരെയാണ്. ഇത് ജോലി കഴിഞ്ഞ് ഞാൻ ഒരു 2 മണിക്ക് ശേഷം 2:30 വീട്ടിലെത്തി ഭക്ഷണം കഴിച്ച് ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് മെസ്സേജ്. അത് എൻ്റെ ഭാഗ്യമല്ല, ആ വ്യക്തിയുടെ ഭാഗ്യമാണ് ശരിക്കും പറഞ്ഞാൽ. പെട്ടെന്ന് ഞാൻ ഈ മെസ്സേജ് കാണുന്നത്, അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ശ്രദ്ധിച്ചൊന്നുമില്ല. നമ്മളെ പണം എടുത്ത് ചിലപ്പോൾ ഉപയോഗിച്ച് പോകും അറിയാതെ, നമ്മൾ അറിയുന്നില്ല. ഗൂഗിൾ പേ എടുത്ത് നോക്കിയപ്പോൾ 40,000 രൂപ ഒന്ന് കണ്ടു. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ തന്നെ വേറെ 40,000 കൂടി കിടക്കുന്നു, 80,000 രൂപ. ഇത് കണ്ടപ്പോൾ തന്നെ പറഞ്ഞു ബാങ്കിലോ പോലീസ് സ്റ്റേഷനിലോ എവിടെയാണെന്ന് വെച്ചാൽ കംപ്ലൈൻറ്റ് കൊടുക്കുക, പണം തിരിച്ചയക്കുക. ഗൂഗിൾ പേ വഴി അപ്പോൾ തന്നെ തിരിച്ചയക്കാൻ ഞാൻ എൻ്റെ ചേട്ടനെ വിളിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു ഗൂഗിൾ പേ വഴി തിരിച്ചയക്കാൻ പറ്റേ, നീ അത് ഓഫീസ് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് തിരിച്ചയച്ചാൽ മതി. ഗൂഗിൾ പേ വഴി ഒരുപാട് തട്ടിപ്പ് നടക്കണവരെ ഇത് ശരിയായ വ്യക്തികളാണോ എന്താണെന്ന് അറിയാത്തതുകൊണ്ട് പേരിൽ അത് തിരിച്ചയക്കാൻ വരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ നമ്മുടെ ചാലക്കുടി മുനിസിപ്പാലിറ്റി ഓഫീസിൽ വന്ന് എൻ്റെ വാർഡ് കൗൺസിലറായ ഷിബിച്ചേട്ടൻ, ആലിസേച്ചി, പിന്നെ ദീപിച്ചേട്ടൻ ഞങ്ങളുടെ ഹെൽത്ത് ചെയർമാനാണ്, ആളെ കണ്ടു. അപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു ബാങ്കിൽ SBI ബാങ്കുമായിട്ട് അവരുടെ സാറുമാരായിട്ട് സംസാരിക്കാൻ പറഞ്ഞു. ഞാൻ നേരെ അപ്പോൾ തന്നെ ബാങ്കിൽ വന്ന് അവിടുത്തെ സാറുമാരെ സംസാരിച്ചപ്പോൾ അവർ ഗൂഗിൾ പേയിൽ വരുന്ന നമ്പർ അവർ നോക്കി സാറ് ഇവിടുന്ന് വിളിച്ച് ചോദിച്ചു. അവിടുത്തെ ഗൂഗിൾ പേ നമ്പറിൽ വിളിച്ച് ചോദിച്ചു. അപ്പോഴാണ് അറിയാൻ പറ്റിയത് ഒഡീഷയിൽ നിന്നാണ് അവരുടെ മകളുടെ ആവശ്യത്തിന്, കല്യാണ ആവശ്യത്തിന് വേണ്ടി അയച്ച പണമാണെന്നൊക്കെ പറഞ്ഞ്. അവരപ്പം മനസ്സിലാക്കിയില്ല ഇത് ഞങ്ങൾ അയച്ചത് വേറൊരു അക്കൗണ്ടിൽ ആയിപ്പോയി എന്ന് അവർക്ക് മനസ്സിലായില്ല തോന്നല്ലേ? അവർ മനസ്സിലായിട്ടില്ല അവർക്ക്. അതായത് നമ്പറൊക്കെ നോക്കുമ്പോൾ കറക്റ്റ് സെയിം ആണ്. പക്ഷേ എൻ്റെ ഫോൺ നമ്പറിൽ ലാസ്റ്റ് വരുന്ന 42 ആണ്, അവരെ 41 വരുന്നത്. അങ്ങനെയായിരിക്കും. അപ്പോൾ അതാണ് അവർക്ക് ഒരു ഉറപ്പ്, അവർക്ക് ഉദ്ദേശിച്ച വ്യക്തികൾക്ക് തന്നെ പോയി എന്നുള്ള ഉറപ്പ് വെച്ചത് അതാണ്. അപ്പോൾ അതിൻ്റെ പേര് ചിലപ്പോൾ അവർ ശ്രദ്ധിക്കില്ല, എന്നുവെച്ചാൽ അവർക്ക് അയച്ചല്ലോ. ഞാൻ 2:30 ജോലി കഴിഞ്ഞ് വന്നപ്പോൾ കണ്ട സമയം ഇത്ര സമയം മാത്രമേ എടുത്തുള്ളൂ. അപ്പോൾ തന്നെ ഞാൻ ഞങ്ങളുടെ മുനിസിപ്പൽ ഓഫീസിൽ വന്നു, അവിടെ അധികാരികളെ കണ്ടു. അത് കഴിഞ്ഞ് അപ്പോൾ തന്നെ ഞാൻ വണ്ടി എടുത്ത് ഞാൻ പൈസ കയറിയിട്ട് എനിക്ക് സംശയമായ കൊണ്ട് പേരിൽ ഞാൻ മിനി സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ പോയി. അപ്പോൾ ഞാൻ ഈ ബാങ്കിൽ വന്നപ്പോൾ ഇവിടെ ബാങ്ക് ATM വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഉള്ളിൽ നോക്കിയപ്പോൾ നല്ല തിരക്ക്. മിനി സ്റ്റേറ്റ്മെൻറ്റ് എടുത്താൽ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ഞാൻ വേറെ ബ്രാഞ്ചിൽ അവിടെ ATMൽ പോയി, ആ സൗത്തിൽ. അവിടെ ചെന്നപ്പോൾ അവിടെയും തിരക്കാരന് എനിക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ സമയം പോയി വൈകും തോറും എനിക്ക് ടെൻഷനായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പണം അയച്ച ആൾക്ക് ഉണ്ടാവുമല്ലോ, തെറ്റി വന്നാണെങ്കിൽ ആൾക്ക് ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ ഞാൻ വേറെ ATMൽ പോയി. അങ്ങനെ കുറേ കറങ്ങി. അതിന് ശേഷമാണ് ഞാൻ വീണ്ടും ഇവിടെ വന്നത്. ഇവിടെ വന്ന് നോക്കിയപ്പോൾ കറക്റ്റാണ്. എൻ്റെ മിനി സ്റ്റേറ്റ്മെൻറ്റ് എടുത്തപ്പോൾ അതിൽ പണം കയറിയിട്ടുണ്ട്, 80,000 രൂപയോളം കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ സാറായിട്ട് അതിനുശേഷം നമ്മൾ സാറായിട്ട് സംസാരിക്കുന്നത്. ഒഡീഷ കേരളത്തിൽ നിന്ന് ഏതാണ്ടൊരു 2000 കിലോമീറ്ററോളം ഉണ്ട് ഒഡീഷയിലേക്ക്. 34 മണിക്കൂറോളം ദൈർഘ്യമുണ്ട്. ഒഡീസ ആയാലും കേരള ആയാലും 2000 കിലോമീറ്റർ ആയാലും പണത്തിൻ്റെ മൂല്യമൊക്കെ ഒന്ന് തന്നെയാണ്. അത് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ആരായാലും ഞാനായാലും എല്ലാവർക്കും 1 രൂപ നഷ്ടപ്പെടുമ്പോൾ അതൊരുപാട് വേദന തന്നെയായിരിക്കും. അത് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമാണല്ലോ. ഒരുപാട് ടെൻഷൻ അടിച്ചിട്ടാണ് ഞാൻ വന്നത്. ഈ വെയിലത്ത് ഞാൻ ജോലി ചെയ്യുന്ന ആളാണ്. അത് രാവിലെ 7 മണി ഉറങ്ങി കറക്റ്റ് 1 മണി വരെ ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു.
അത് ഈ വെയിലത്തായാലും നമ്മൾ മഴയാണെങ്കിലും നമ്മൾ ജോലി ചെയ്യുന്നത്. അപ്പോൾ ആ കിട്ടുന്ന പൈസ അതിന് വളരെ മൂല്യം എനിക്കുണ്ട്. ഞാനത് അനാവശ്യമായിട്ട് ഒരു കാര്യത്തിന് ഞാൻ ചിലവില്ല. നമ്മുടെ വീട്ടിലെ ഭാവി, നമ്മുടെ ഭാവി എല്ലാവർക്കും ഇട്ട് ഞാൻ ചെയ്യണത്. അനാവശ്യമായിട്ട് വേറൊരു ദുശീലങ്ങളായിട്ട് ചെയ്യുന്നില്ല. എല്ലാം നല്ല രീതിയിൽ തന്നെ നമ്മൾ കൊണ്ടു നടക്കുന്നത്. അപ്പോൾ അത് കാരണം ആ പണത്തിൻ്റെ മൂല്യം അറിയാവുന്നതിൻ്റെ പേരിൽ ഞാൻ ഓടി തന്നെ വന്നത്. ആ വ്യക്തിയുടെ വിഷമമാണ് ഞാൻ ആലോചിച്ചത് വന്നത്. പക്ഷേ എനിക്കന്ന് നിർഭാഗ്യവശാൽ ഞാനിതെല്ലാം ചെയ്തു വന്നപ്പോഴേക്കും സമയം വൈകി, 4 മണി കഴിഞ്ഞു. യൂനസ് മുഹമ്മദ് എന്നാണ് ആ വ്യക്തിയുടെ പേര്. അതെ അതെ, ആ വ്യക്തിയുടെ പേര് അതാണ്. അപ്പോൾ പിന്നെ എനിക്ക് തിരിച്ചയക്കാൻ പറ്റിയില്ല. അപ്പോൾ അവരുടെ അടുത്ത് വിളിച്ച് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഞാനല്ല, ബാങ്കിൽ നിന്ന് വിളിച്ച് പറഞ്ഞു അടുത്ത പ്രവൃത്തി ദിവസം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചയക്കും. അപ്പോൾ വീണ്ടും അവരെന്നെ വിളിച്ചുകൊണ്ടിരുന്നു. ഞാൻ ഇവിടുന്ന് ബാങ്കിൽ നിന്ന് ഇറങ്ങിയിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഹിന്ദി നമുക്ക് വലിയ വശമില്ല. അപ്പോൾ ഞാൻ ബാങ്കിൽ നിന്ന് വീടിൻ്റെ അവിടെ എത്താറായിട്ട് ഞാൻ തിരിച്ച് വീണ്ടും ഇവിടെ ബാങ്കിലേക്ക് തിരിച്ചു വന്നു. സാറുമാരുടെ അടുത്ത് എനിക്ക് ഹിന്ദി അറിയാത്തതിൻ്റെ പേരിൽ അവരുടെ അടുത്ത് കോൺടാക്ട് ചെയ്യാനായിട്ട് ഞാൻ തിങ്കളാഴ്ച അയക്കാമെന്നുള്ള ഉറപ്പ് പറയാൻ വേണ്ടിയിട്ട്. പക്ഷെ അവർ പിന്നെ 2-3 വട്ടം വിളിച്ചിട്ട് തിരിച്ച് വിളിച്ചില്ല. പിന്നെ ഞാൻ തിരിച്ച് വീട്ടിൽ പോയിട്ട് ഞാൻ എൻ്റെ ചേട്ടൻ്റെ ആൾ CRPF വർക്ക് ചെയ്യുന്നതിനെ ആൾക്ക് എല്ലാ ഭാഷയും അറിയുന്നുണ്ട്. ഞാൻ ആളുടെ കയ്യിൽ നമ്പർ അയച്ചു കൊടുത്തിട്ട് അവരായിട്ടൊന്ന് സംസാരിക്കാൻ പറഞ്ഞ് ഞാൻ തിങ്കളാഴ്ച അയച്ചു തരും, സമാധാനമായിട്ടിരിക്കാൻ പറഞ്ഞു. അപ്പോൾ ചേട്ടൻ നല്ല രീതിയിൽ അവരായിട്ട് സംസാരിച്ച് അവർക്ക് ധൈര്യം കൊടുത്തിട്ടുണ്ട്. അതായത് പണം എന്തായാലും നിങ്ങൾക്ക് കിട്ടും എന്നുള്ള ഉറപ്പ് അവർക്ക് കൊടുത്തിട്ടുണ്ട്. കല്യാണ ആവശ്യത്തിന് വേണ്ടിയിട്ട്, ആളുടെ മകളുടെ കല്യാണ ആവശ്യത്തിന് വേണ്ടിയിട്ട് മാറ്റി വെച്ച തുകയാണ്. അതെന്തോ വാങ്ങാൻ വേണ്ടിയിട്ട് അയച്ചു. ഇപ്പോൾ തെറ്റി നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നതാണ്. അപ്പോൾ അങ്ങനെ ഇനി തിങ്കളാഴ്ച അയക്കാമെന്ന് പറഞ്ഞു. തിങ്കളാഴ്ച അവധിയാണെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പോൾ അടുത്ത ദിവസമായ ചൊവ്വാഴ്ചയ്ക്ക് ഞാനത് തീർച്ചയായിട്ടും അയച്ചു കൊടുക്കും. 27-ാം തീയതി ചാലക്കുടിയിലെ ഈ SBI ടൗൺ ബ്രാഞ്ചിൽ ഒരു വലിയൊരു സൽപ്രവൃത്തി നടക്കാൻ വേണ്ടി പോവുകയാണ്. ചേട്ടൻ ആ പൈസ ഈ ബാങ്കിലേക്ക് കൊണ്ടുപോയിട്ട് ഇടാൻ വേണ്ടി പോവുകയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം, പണവും സമ്പത്തൊക്കെ വരുമ്പോൾ കണ്ണ് മഞ്ഞളിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ ഒരു സാധാരണ തൊഴിലാളി, സാധാരണ ഒരു ജീവിത രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരാൾ, സാധാരണ മനുഷ്യൻ ഇങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ മനസ്സിൻ്റെ ഉടമയാണ്. തീർച്ചയായിട്ടും അഭിനന്ദിക്കേണ്ടത് തന്നെയാണ്. വലിയൊരു വേദന പിന്നീട് ഉണ്ടാവുന്ന ഒരു സാഹചര്യമായിരുന്നു. സിജുവിൻ്റെ കൃത്യസമയത്തെ ഇടപെടൽ മൂലം അതും ആ കുടുംബത്തിന് ഇല്ലാതാക്കി എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഇപ്പോൾ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ പണമിടപാടുകളും ബഹുഭൂരിപക്ഷം ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നത് ഇതുപോലെയുള്ള ഗൂഗിൾ പേ വഴി തന്നെയാണ്. ചെറിയൊരു അശ്രദ്ധ കൊണ്ട്, ഒരു നമ്പർ തെറ്റിയിട്ടോ ഒരു പേര് തെറ്റിയിട്ടൊക്കെ ഇതുപോലെ തുകകൾ മറ്റുള്ള ആളുകളുടെ കൈകളിലേക്കൊക്കെ പോകാം. പക്ഷേ സിജുവിനെ പോലെ മനസ്സുള്ള ഒരാളുകൾ എല്ലാവരും ആവണമെന്നില്ല, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ. ഇതൊക്കെ ഒരു മാതൃകയാണ്, മറ്റുള്ളവർക്കൊരു മാതൃകയാണ് ഇതുപോലെയുള്ളൊരു പ്രവൃത്തി ചെയ്യാനും ഇതുപോലെ മനസ്സ് തോന്നാനൊക്കെ ഉള്ളൊരു സാഹചര്യം. മകളുടെ വിവാഹമൊക്കെ അടിപൊളിയായിട്ടപ്പോൾ നടക്കട്ടെ അല്ലേ? നല്ല രീതിയിൽ ആ വിവാഹം നടക്കട്ടെ. ആൾക്കും ആളുടെ കുടുംബത്തിന് എപ്പോഴും സന്തോഷം, സമാധാനം എല്ലാം എപ്പോഴും ഉണ്ടാവട്ടെ. നമ്മൾ അത്രയും മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.